ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ദിസ് ഇസ് അഭിലാഷ് വൃന്ദാവൻ അഗെയിൻ ഫ്രം NRI ട്രേഡർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെ ചെയ്യാം, ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കാരണം ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലെ ചർച്ചകൾ ഞാൻ നോക്കിയപ്പോൾ, മെസ്സേജുകൾ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൻ്റെ അവയർനെസ് കൃത്യമായിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പം കുറേ വീഡിയോസ് നോക്കുമ്പോൾ ഇതിനെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുമുണ്ട്. അപ്പം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്, ഞാൻ എന്താണ് ചെയ്യാറുള്ളത്, അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഞാനൊരു ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസർ ഒന്നുമല്ല. ഐ ആം നോട്ട് എ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്, ബട്ട് സ്റ്റിൽ എനിക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത് ഇതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഞാൻ F&O അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള യാതൊരു സംഗതികളും കിട്ടില്ല. ബൈ സെൽ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഇക്വിറ്റി ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കമ്പനീസിൻ്റെ റിവ്യൂസും അതേപോലെ തന്നെ സ്ട്രാറ്റജീസും ഒക്കെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വിറ്റി ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനലിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട ഒരു കമൻറ്റും, എന്താണ് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് മനസ്സിലായത്, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. വിത്ത് ദിസ് നോട്ട് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ എന്താണ് ഈ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ്? ബേസിക്കലി അത് നമുക്ക് മനസ്സിലാക്കാം. സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ഈസ് എ സ്ട്രാറ്റജി ദാറ്റ് യൂസസ് ക്യാപിറ്റൽ ലോസസ് ഫ്രം വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഓഫ്സെറ്റ് ടാക്സസ് ഓഡ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് പ്രോഫിറ്റ് ഫ്രം അനദർ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ, സിമ്പിളി നോക്കിക്കഴിഞ്ഞാൽ, നമുക്കൊരു വർഷത്തെ നമ്മുടെ അടുത്ത് ഒരു 10 ലക്ഷം രൂപ തന്നെ നമ്മുടെ അടുത്ത് പോർട്ട്ഫോളിയോ സൈസ് ഉണ്ടെന്ന് കരുതുക. ഞാനിവിടെ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ ഫിഗേഴ്സ് ആണ് കേട്ടോ, ഒന്നും റിയൽ ഫിഗേഴ്സ് അല്ല, എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ 10 ലക്ഷം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 10 ലക്ഷം രൂപ ഓവറോൾ പോർട്ട്ഫോളിയോ സൈസാണ്. അതിനകത്ത് നമുക്ക് 2 ലക്ഷം രൂപേൻ്റെ ലോസും 8 ലക്ഷം രൂപ പ്രോഫിറ്റും ഉണ്ടെന്ന് കരുതുക. അപ്പം നമ്മൾ ITR ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഓപ്ഷൻ ഗവൺമെൻറ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ 8 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോസ് ഉള്ളത് നിങ്ങളതിനെ വിറ്റതിന് ശേഷം ഒന്നും കൂടെ നിങ്ങളതിനെ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഈ 2 ലക്ഷം രൂപ ലോസ് എന്ന് പറയുന്നത് ഈ 8 ലക്ഷമായിട്ട് മാച്ച് ചെയ്തിട്ട് അതിന് കണക്കായിട്ടുള്ള ടാക്സ് നമ്മൾ കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സംഭവമാണ് അവിടെ ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട്, പോർട്ട്ഫോളിയോ ആണത്. കമ്പനി ഇവിടെ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് കമ്പനികളുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ ബൈയിങ് പ്രൈസ് ആണുള്ളത്. ദെൻ ഇവിടെ കറണ്ട് പ്രൈസ്, ഇവിടെ കറൻ്റ്ലി എന്താണ് കമ്പനിയുടെ പ്രൈസ് എന്ന് പറയുന്നത്, ഷെയറിൻ്റെ പ്രൈസ്. ദെൻ ക്വാണ്ടിറ്റി, ദെൻ ടാർഗറ്റ്, ഗെയിൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ബൈയിങ് പ്രൈസ് എന്താണ്? കോട്ടക് ബാങ്കിൻ്റെ 2000 എന്ന രൂപയിലാണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കറണ്ട് പ്രൈസ് 1800 രൂപയാണെന്ന് കരുതുക. അപ്പം ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നത് 100 ക്വാണ്ടിറ്റി ഞാൻ വാങ്ങിയിട്ടുണ്ട്. 2200 എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഇൻ ദിസ് കേസ് അപ്പോൾ ഞാൻ വാങ്ങിയത് 2000 രൂപയ്ക്ക് ആയതുകൊണ്ട് 1800 രൂപയാണ് ഇപ്പോൾ കറണ്ട് പ്രൈസ് എന്നുള്ളത് കൊണ്ടും ഇപ്പോൾ എനിക്ക് ലോസ് ആയിരിക്കും 20000 രൂപ അതിനകത്ത് ഉണ്ടാവും. എങ്ങനെ ഈ ലോസ് കിട്ടുന്നത്? ബൈയിങ് പ്രൈസ് 2000 മൈനസ് കറണ്ട് പ്രൈസ് അല്ലേ, അത് കഴിഞ്ഞിട്ട് ടൈംസ് ക്വാണ്ടിറ്റി, ഈ ക്വാണ്ടിറ്റി 100 ക്വാണ്ടിറ്റി, അതിൻ്റെ ഉത്തരം നമുക്കവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ 20000 രൂപ ഈ ട്രേഡിൽ നമ്മുടെ ലോസാണ്. ദെൻ അനദർ ട്രേഡ് CDSL നമുക്ക് 20000 രൂപ അവിടെ ലോസാണെന്ന് കരുതുക. അതേപോലെ തന്നെ ബാക്കിയുള്ള HDFC ബാങ്ക്, ഇൻഫിലക്സ്, ഏഷ്യൻ പെയിൻറ്റ്, ഇതിലൊക്കെ നമുക്ക് 1 ലക്ഷം രൂപ വെച്ച് പ്രോഫിറ്റ് ഉണ്ടെന്ന് കരുതുക. ഈ റിയലൈസ് എന്ന് കൊടുത്തേക്കുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഈ ഒരു എല്ലാത്തിലും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഞാനിവിടെ പ്രൈസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ അത് റിയലൈസ്ഡ് പ്രോഫിറ്റായി. അത് കഴിഞ്ഞിട്ട് ഈ 20000 ഇവിടെ ലോസ് ഉണ്ട്, പക്ഷേ അത് അൺറിയലൈസ്ഡ് ആണ്. കാരണം നമ്മളതിനെ ഇതുവരെ സെല്ല് ചെയ്തിട്ടില്ല. ഓക്കെ, സെല്ല് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നിന്ന് 2 സിനാരിയോ തിരിച്ച് വരുന്നു. ഒന്ന് വിത്തൗട്ട് ടാക്സ് ഹാർവെസ്റ്റിംഗ്, രണ്ടാമത്തത് വിത്ത് ടാക്സ് ഹാർവെസ്റ്റിംഗ്. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് ടാക്സ് ഹാർവെസ്റ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ പ്രോഫിറ്റിലുള്ള ഈ 4 ലക്ഷം രൂപ, ഈ 4 ലക്ഷം രൂപയുടെ ടാക്സ് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. ലോസിന് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. അപ്പോൾ ഈ ടോട്ടൽ പ്രോഫിറ്റ് 4 ലക്ഷം രൂപേൻ്റെ ടാക്സ് നമ്മൾ STCG, എന്താണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, 20% അപ്പോൾ ആ 20% നമ്മൾ കൊടുക്കുന്നു ഗവൺമെൻറ്റിന്. 80000 രൂപ നമ്മൾ ടാക്സ് പേ ചെയ്തു. ഈ 4 ലക്ഷത്തിൻ്റെ 20%, പ്രോഫിറ്റിൻ്റെ 20% നമ്മളിവിടെ STCG ആയിട്ട് പേ ചെയ്തു. ഇതാണ് ഒരു സിനാരിയോ, വിത്തൗട്ട് ടാക്സ് ഹാർവെസ്റ്റിംഗ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മുടെ എത്രയാണോ പ്രോഫിറ്റ് ഉള്ളത് ആ പ്രോഫിറ്റിൻ്റെ ടാക്സ് നമ്മൾ കൊടുക്കുന്നു. സെക്കൻഡ് സിനാരിയോ എന്താണ്? വിത്ത് ടാക്സ് ഹാർവെസ്റ്റിംഗ്. ഇതിനകത്ത് നമ്മൾ ഈ 4 ലക്ഷം രൂപ പ്രോഫിറ്റിനെ, ഈ 40000 രൂപ ഇവിടെ ലോസും ഉണ്ട്. അപ്പോൾ ഈ ലോസിനെ പ്രോഫിറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ 4 ലക്ഷം രൂപ പ്രോഫിറ്റായി, ലോസ് 40000 ആണ്. അപ്പോൾ അതിനൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3,60,000 രൂപ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് നമുക്ക് കിട്ടി, നമ്മുടെ കയ്യിലേക്ക് വന്ന പ്രോഫിറ്റ്. ഓക്കെ, ഇതിന് വിറ്റതിന് ശേഷം. അപ്പം നമ്മൾ ടാക്സ് ഇവിടെ എത്രയാണ് കൊടുക്കുന്നത്? 72000 രൂപയെ ഇവിടെ ടാക്സ് കൊടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. ഈ കേസിൽ എത്രയാണ്?
ആദ്യത്തെ കേസിൽ 80,000 രൂപ നമ്മൾ ടാക്സ് കൊടുത്തു, 4 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുത്തു. ഇവിടെ നമ്മൾ 3,60,000 രൂപയ്ക്ക് മാത്രമേ ടാക്സ് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ചെയ്യുകയാണ്. അപ്പോൾ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളതിനെ സെല്ല് ചെയ്യുന്നു, സെല്ല് ചെയ്തിട്ട് സെയിം ഡേ ബൈബാക്ക് ചെയ്യുന്നു, സെയിം ഷെയറിന് സെയിം ഡേ ബൈബാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 25-ാം തീയതി ബൈയിങ് ഡേറ്റ് ഇവിടെ സെല്ലിംഗ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 25th മാർച്ചിന് നമ്മളിതിനെ സെല്ല് ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ ഡേറ്റിലോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ഡേറ്റിലോ നമ്മൾ തിരിച്ചതിന് അതേ ഷെയർസ് നമ്മൾ വാങ്ങിക്കുന്നു. നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഇതിനെ വിൽക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ വിറ്റിട്ട് തിരിച്ച് വാങ്ങണമല്ലോ, അതാണല്ലോ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം TLHൻ്റെ കൺസെപ്റ്റ് അതാണ്. അപ്പം നമ്മൾ 25-ാം തീയതി അതിനെ വിൽക്കുന്നു, അതേ ദിവസം അതിന് അടുത്ത ദിവസം നമ്മൾ തിരിച്ച് വാങ്ങിക്കുന്നു. അപ്പം നമുക്ക് അത്രയും പൈസയുടെ ടാക്സ് ഇവിടെ കുറയുന്നു. നമ്മളപ്പോൾ എത്ര സേവ് ചെയ്തു? 8,000 രൂപ നമ്മൾ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ സേവ് ചെയ്തു. ആദ്യത്തെ സിനാരിയോയിൽ 80,000 രൂപ കൊടുത്തു, ഇവിടെ 72,000 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 8,000 രൂപയാണ് നമ്മുടെ സേവിങ്സ്. എന്താണ്? 80,000 മൈനസ് 72,000 അല്ലേ? അപ്പോൾ 8,000 രൂപ നമ്മളവിടെ ടാക്സിൽ സേവ് ചെയ്തു. ഇതാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്ന ഒരു സിനാരിയോ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? ആർ യു റിയലി സേവിങ്? നമ്മൾ സേവ് ചെയ്യുന്നത് ഈ 8,000 രൂപ നമുക്ക് സേവ് ആയിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മൾ പോസ്റ്റ്പോണ്ടഡ് ദ ടാക്സ് ഫ്രം കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ടു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബേസിക്കലി, അല്ലേ? കാരണം TLHൻ്റെ കൺസെപ്റ്റ്, ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്താണ്? നമ്മൾ സെയിം ഡേ നമ്മൾ സെല്ല് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ തിരിച്ചതിനെ വാങ്ങിക്കുന്നു. നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പെർമനൻ്റ്ലി വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് ആ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യണം, അല്ലേ? ഹോൾഡ് ചെയ്യുകയും വേണം. പക്ഷേ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളതിനെ വിറ്റതാണ്, തിരിച്ചു വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ വർഷം അതിന് ടാക്സ് കൊടുത്തിട്ടില്ല, നമ്മൾ തിരിച്ചു വാങ്ങി, അല്ലേ? ഈ വർഷം ടാക്സ് കൊടുക്കുന്നില്ല, അപ്പം നമുക്ക് ടാക്സ് കുറച്ച് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ തിരിച്ചു വാങ്ങിയത് കൊണ്ട് എപ്പോഴാണോ അത് പ്രോഫിറ്റിൽ വരുന്നത്, തിരിച്ച് നമ്മൾ പിന്നെയും ടാക്സ് കൊടുക്കണ്ടേ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മൾ തിരിച്ചത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും വിൽക്കുമല്ലോ, വിൽക്കുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കണം, നമ്മൾ ലയബിളാണ് ടാക്സ് കൊടുക്കാൻ, റൈറ്റ്? അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പോസ്റ്റ്പോണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല, പക്ഷേ അടുത്ത വർഷം ഞാൻ കൊടുക്കാം. ഇതാണ് നമ്മളുടെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊന്നും അങ്ങനെ സേവ് ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താണ് ഞാൻ പ്രൂവ് ചെയ്തു തരാം നിങ്ങൾക്ക്. കാരണം ഇതിനകത്ത് 2 സിനാരിയോ ഇനി നമുക്ക് നോക്കാനുണ്ട്. ഒന്നാമത്തെ എന്താണ്? ആഫ്റ്റർ TLH, ദെൻ രണ്ടാമത്തെ എന്താണ്? ഇൻ നോർമൽ കേസ്. ഈ രണ്ടും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ചെയ്തതിന് ശേഷമുള്ള സിനാരിയോ നമുക്ക് നോക്കാം. എന്താണ് സംഭവം? ഇവിടെ ഞാൻ സെല്ലിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, കമ്പനി നെയിം, ബൈയിങ് പ്രൈസ്, കറണ്ട് പ്രൈസ്, ക്വാണ്ടിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ്. സെയിം മേലെ എന്താണോ നമ്മൾ കണ്ടത് അത് തന്നെയാണ് നമ്മൾ താഴെ നോക്കുന്നത്. അതിൽ നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ ഏത് റേറ്റിലാണ് ഇതിനെ സെല്ല് ചെയ്തത്. ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സെല്ല് ചെയ്യുന്നു. അപ്പം 25-ാം തീയതി മാർച്ച് 2024 നമ്മളതിനെ സെല്ല് ചെയ്തു, സെയിം ഡേ ബൈ ചെയ്തു. ഓക്കെ എന്ന് കരുതുക. സെയിം ഡേയോ നെക്സ്റ്റ് ഡേയോ നമ്മൾ ബൈ ചെയ്തു എന്ന് കരുതുക. അപ്പോൾ മാർച്ച് 2024 നമ്മൾ വാങ്ങിച്ചിട്ട് ലെറ്റ് സേ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് നമുക്ക് സെപ്റ്റംബർ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ നമുക്ക് വന്നു എന്ന് കരുതുക. സെപ്റ്റംബറിൽ ആ ടാർഗറ്റിലെത്തി. നമ്മുടെ എന്താണോ നമ്മൾ ടാർഗറ്റ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്, അല്ലേ? ഈ ടാർഗറ്റ് എന്താണോ ആ ടാർഗറ്റിൽ ഈ പ്രൈസ് എത്തി എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബൈയിങ് പ്രൈസ് എന്താകും അപ്പം? കാരണം ഇവിടെ നമ്മൾ സെല്ല് ചെയ്തത് എത്രയ്ക്കാണ്? ഇവിടെ നമ്മൾ സെല്ല് ചെയ്തത് 1,800 രൂപയ്ക്കാണ്. നമ്മൾ 2,000 രൂപയ്ക്ക് വാങ്ങി 1,800 നമ്മൾ സെല്ല് ചെയ്തു, ലോസിൽ സെല്ല് ചെയ്തു, അല്ലേ? എന്നിട്ട് നമ്മൾ തിരിച്ചതിനെ വാങ്ങിക്കുന്നു. ഏത് പ്രൈസിൽ? നമ്മൾ ഏത് പ്രൈസിലാണോ ലോസിൽ സെല്ല് ചെയ്തത് അതേ പ്രൈസിലാണ് നമ്മളതിനെ തിരിച്ച് വാങ്ങിക്കുന്നത്. 1,800 രൂപയ്ക്ക് നമ്മൾ വാങ്ങി. പിന്നെ നമുക്ക് 2,000 കിട്ടത്തില്ല, അതല്ലേ? 1,800 കിട്ടത്തുള്ളൂ, കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും നമുക്ക്, റൈറ്റ്? അപ്പോൾ അതാണ് നമ്മുടെ ബൈയിങ് പ്രൈസ്. അപ്പോൾ ബൈയിങ് പ്രൈസ് ഇവിടെ മാറി. ദെൻ കറണ്ട് പ്രൈസ് 2,200. നമ്മൾ ടാർഗറ്റിൽ ഈ സ്റ്റോക്ക് എത്തി എന്ന് കരുതുക. അപ്പം നമ്മുടെ ക്വാണ്ടിറ്റി 100 തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എത്രയുണ്ട്? 40,000 രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. 1,800 വാങ്ങി 2,200 നമ്മൾ വിൽക്കുന്നു, അല്ലേ? ആദ്യത്തെ കേസിൽ 2,000 വാങ്ങി നമ്മൾ 2,200 ടാർഗറ്റ് വെച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ പിന്നെയും തിരിച്ച് TLH ചെയ്തതുകൊണ്ട് നമ്മൾ 1,800 വാങ്ങി 2,200 നമ്മൾ വിൽക്കുന്നു. ഇപ്പോൾ നമുക്ക് 40,000 രൂപ പ്രോഫിറ്റ് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 40,000 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അപ്പോൾ അതേ 2 സ്റ്റോക്കുകളിൽ ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ ബൈബാക്ക് ചെയ്തപ്പോൾ നമുക്ക് 80,000 രൂപ പ്രോഫിറ്റ് കിട്ടി. ആദ്യത്തെ കേസിൽ 40,000 രൂപയായിരുന്നു. അപ്പോൾ ഈ പ്രോഫിറ്റ് കിട്ടിയ 80,000 രൂപേൻ്റെ STCG പിന്നെയും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം നമ്മളിപ്പോൾ ഇത് എത്ര ദിവസമുണ്ട്? 179 ദിവസമേ ആയിട്ടുള്ളൂ. കാരണം എന്താണ്? 25 മാർച്ചിന് നമ്മൾ വാങ്ങിക്കുന്നു, ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നു, 20th സെപ്റ്റംബർ നമ്മൾ വിൽക്കുന്നു. അത് 179 ദിവസങ്ങളെ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് STCG കൊടുക്കാൻ സിനാരിയോ ആണ് കേട്ടോ ഇതൊക്കെ. STCG കൊടുക്കേണ്ടി വരും. നമ്മൾ STCG 20% കൊടുക്കണം. അപ്പോൾ ഈ 80,000 രൂപേൻ്റെ 20%, 16,000 രൂപ നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നു.
ആദ്യത്തെ കേസിൽ നമ്മളിവിടെ 8,000 രൂപ നമ്മൾ സേവ് ചെയ്തിരുന്നു, മറക്കരുത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം ടാക്സ് കൊടുത്തിട്ടില്ല, 8,000 രൂപ സേവ് ചെയ്തു. അതേ സംഭവം നമ്മളിവിടെ വിൽക്കുമ്പോൾ 16,000 രൂപ ടാക്സ് കൊടുക്കുന്നു. കാരണം നമ്മുടെ ലാഭം കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ അതിന് 20% നമ്മൾ ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ 16,000 രൂപ ടാക്സ് കൊടുത്തു. ദെൻ നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മുടെ സേവിങ്സ് എത്രയുണ്ട്? 8,000 രൂപ നമ്മുടെ സേവിങ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, നമ്മൾ കൊടുക്കാതെ മാറ്റി വെച്ചിരുന്നേ, നമ്മൾ സേവ് ചെയ്തു എന്ന് നമ്മൾ കരുതിയ ആ പൈസ. അപ്പോൾ ആ 8,000 രൂപ നമ്മൾ ഈ 16,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റായിട്ട് നമ്മൾ എത്ര ടാക്സ് പിന്നെയും പേ ചെയ്തു? ശരിക്കും പറഞ്ഞാൽ എത്ര പേ ചെയ്തു? 8,000 പേ ചെയ്തിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ സേവ് ചെയ്തു എന്ന് പറയുന്ന ഈ പൈസ നമ്മൾ അടുത്ത വർഷം പിന്നെയും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് ഇതിനകത്ത് ലാഭമൊന്നും കിട്ടുന്നില്ല. മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പം ലാസ്റ്റ് ഇയർ സേവിങ്സ് നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ 8,000 രൂപ നെറ്റായിട്ട് നമ്മൾ ടാക്സ് പിന്നെയും പേ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയോ? ഇല്ല. നഷ്ടമുണ്ടോ? ഉണ്ട്. എന്താണ്? TLH അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഷെയർസിനെ വിറ്റു, പിന്നെയും നമ്മൾ തിരിച്ച് അതേ ദിവസം വാങ്ങി അല്ലെങ്കിൽ അടുത്ത ദിവസം വാങ്ങിയെന്ന് കരുതുക. ആ ട്രാൻസാക്ഷൻ ചാർജസ് ഉണ്ടാവുമല്ലോ, അത് മാത്രം 934 റുപ്പീസ് ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വരും. ഏകദേശം 0.5% നമ്മളുടെ ഓവറോൾ ആയിട്ടുള്ള ചാർജസ് വരും ബ്രോക്കറിൻ്റെ. അപ്പോൾ നമ്മൾ നെറ്റായിട്ട് നമ്മൾ കൊടുത്ത പൈസ എത്രയാണ്? 8,934, 8,934 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ സിനാരിയോ. ആഫ്റ്റർ ടാക്സ് ഹാർവെസ്റ്റിംഗ് നമ്മൾ ചെയ്യേണ്ടി വരിക. ഇതാണ് നമുക്ക് ഉണ്ടാവുക. ഇനി നമ്മൾ നോക്കുന്നത് നോർമൽ സിനാരിയോ ആണ്. ഒന്നും നമ്മൾ ചെയ്യാതെ ആദ്യത്തെ കേസിൽ നമ്മൾ ഇവിടെ വാങ്ങി ആ വർഷം നമ്മൾ ലാഭത്തിന് മാത്രമുള്ള ടാക്സ് നമ്മൾ പേ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലോസിനെ അതേപോലെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ടാർഗറ്റിലെത്തുമ്പോൾ വിൽക്കുന്നു. ഈ സിനാരിയോയിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ സിനാരിയോയിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ നോർമൽ കേസ് സെല്ലിംഗ് ഡേറ്റ് സെയിം ഡേറ്റ് അല്ലേ? സെല്ലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ തന്നെയാണ് അതിന് ടാർഗറ്റ് അച്ചീവ് ആയത്. ഇവിടെയും സെപ്റ്റംബർ തന്നെയാണ് നമ്മൾ എടുത്തത് അല്ലേ? അപ്പോൾ സെല്ലിംഗ് ഡേറ്റ് സെയിം ആണ്. അതിനുശേഷം പിന്നെ അതേ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ബൈയിങ് പ്രൈസ് 2,000 തന്നെ ആയിരിക്കും. ഈ കേസിൽ ഇവിടെ 1,800 മാറിയിട്ടുണ്ട്. കാരണം എന്താണ്? മനസ്സിലായല്ലോ, നമ്മൾ മാർച്ചിൽ വിൽക്കുന്നു, പിന്നെയും വാങ്ങിക്കുന്നു. അപ്പോൾ കുറഞ്ഞ പ്രൈസ് നമ്മൾ വാങ്ങേണ്ടി വരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ 2,000 നമ്മൾ വാങ്ങിക്കുന്നു. ആദ്യം വാങ്ങിയ അതേ പ്രൈസ് 2,200 നമ്മുടെ ടാർഗറ്റ്. 100 ക്വാണ്ടിറ്റി 20,000 രൂപ പ്രോഫിറ്റിൽ നമ്മൾ അതിന് വിൽക്കുന്നു. ഓക്കെ, ഇവിടെ 397 ദിവസങ്ങളായി. കാരണം ഈ ഇടയ്ക്കുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ? ഈ TLH നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം വാങ്ങിയ ദിവസം തൊട്ട് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയായി? 397 ദിവസങ്ങൾ അവിടെ ആയി അല്ലേ? 397 ഡേയ്സ് ആയി. 20th സെപ്റ്റംബറിനാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. നമ്മൾ വാങ്ങിച്ചത് എപ്പോഴാണ്? 20th ഓഗസ്റ്റ് 2023 നമ്മൾ വാങ്ങിക്കുന്നു. 20th സെപ്റ്റംബറിനാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ബൈയിങ് പ്രൈസ് സെയിം ആയിരിക്കും. കറണ്ട് പ്രൈസ് പിന്നെ ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്താണ്? അതായിരിക്കും ഇവിടെ വരിക. 100 ക്വാണ്ടിറ്റി 20,000 രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ 397 ഡേയ്സ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ STCG കൊടുക്കുന്നില്ല, LTCG മാത്രമേ കൊടുക്കുന്നുള്ളൂ. 12.5% നമ്മൾ കൊടുക്കുന്നുള്ളൂ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് അല്ലേ? അപ്പം അതേ സംഭവം ഹോൾഡ് ചെയ്തു. നമ്മൾ LTCG 12.5% പേ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 40,000 രൂപേൻ്റെ 12.5% 5,000 രൂപ മാത്രമേ നമുക്ക് ചാർജസ് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. ടാക്സും എല്ലാം കൂടെ കൂട്ടിയിട്ട് പ്ലസ് ആ 934 റുപ്പീസ് ഒരു വട്ടം മാത്രമേ ചാർജ് ആവുകയുള്ളൂ. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ എത്രയാണ് ഇവിടെ പേ ചെയ്യുന്നത്? 5,934 ആണ്. വിത്തൗട്ട് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് നമുക്കിവിടെ 3,000 രൂപ ലാഭമാണ് ഉണ്ടാവുക. കാരണം ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങിൻ്റെ കേസിൽ 8,934 ആയിരുന്നു. ഇവിടുത്തെ കേസിൽ 5,934 ആണ് നമ്മൾ പേ ചെയ്യുക. ആ കേസിൽ നമ്മൾ നോക്കുമ്പോൾ 3,000 രൂപ നമുക്ക് അൾട്ടിമേറ്റ്ലി ലാഭമാണ് ഉണ്ടാവുക, നഷ്ടം ഉണ്ടാവത്തില്ല ഇതിനകത്ത്. അപ്പോൾ TLH അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നത് 3,000 രൂപേൻ്റെ നെറ്റായിട്ടുള്ള ലോസാണ്. അത് അപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ നമുക്കുണ്ടാവുക 3,000 രൂപേൻ്റെ അൾട്ടിമേറ്റ് പ്രോഫിറ്റാണ് നമുക്കുണ്ടാവുക. അതിൽ തന്നെ കറണ്ട് റൂൾ എന്താണ്? 1.25 ലാക്സ് വരെ നമുക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ല. അത് കഴിഞ്ഞിട്ട് LTCG എക്സീഡിങ് 1.25 ലാക്സ് വിൽ ബി സബ്ജക്ട് ടു 10% ടാക്സ് ഫോർ ട്രാൻസ്ഫർ മെയ്ഡ് ബിഫോർ 23rd July. 2024 onwards, then subsequent transfer will attract 12.5%. അപ്പോൾ 1.25 ലാക്സ് വരെ നമുക്ക് ടാക്സും ഇല്ല. അപ്പോൾ ചെറിയ സൈസുള്ള പോർട്ട്ഫോളിയോ സൈസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. ബേസിക്കലി ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു ലോസേ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളൂ. സിനാരിയോ ചിലപ്പോൾ ചേഞ്ച് ആവാം. ചിലപ്പോൾ എന്താണ് STCGയിൽ നമ്മൾ മാർച്ചിൽ വിൽക്കുന്ന സാധനം ചിലപ്പോൾ 1-2 മാസങ്ങൾ കൊണ്ട് പ്രോഫിറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ STCG പിന്നെയും കൊടുക്കണം. അങ്ങനെ ഒരു കാര്യവും വരാറുണ്ട്. പിന്നെ അതല്ല കുറച്ചുകൂടെ ലോങ് ടേമിലേക്ക് പോയി ചിലപ്പോൾ ആ മാർച്ചിൽ വാങ്ങിയ ആ ഒരു ഹോൾഡിംഗ് ചിലപ്പോൾ അടുത്ത വർഷം മാർച്ചിലാണ് പിന്നെയും വിൽക്കേണ്ടത് എങ്കിൽ കൂടി നമ്മൾ അപ്പോഴും പിന്നെ ഈ എക്സ്ട്രാ ചാർജസ് നമ്മൾ ബ്രോക്കറിന് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ചെറിയ പൈസകൾ കൂട്ടി
വരുമ്പോൾ അതൊരു വലിയ പൈസയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കുക. ഞാൻ ചെയ്യാറില്ല, ഞാൻ ലോസിൽ ഒരു സ്റ്റോക്കിനെയും വിൽക്കാറില്ല. ലോസ് ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് കുറച്ച് സമയം കൊടുക്കുക. കാരണം നമ്മളിത് സെലക്ഷൻ നിങ്ങൾ വീഡിയോ പോയി കണ്ടു നോക്കൂ, ഓരോ വീഡിയോസും കണ്ടു നോക്കൂ, കമ്പനീനെ എങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം. അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെയും ആ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ അതിൽ കുറച്ച് സമയം കൂടെ കൊടുക്കുക, ആ ബിസിനസ്സിന് കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാറുമില്ല. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഉണ്ടാക്കുന്ന ഏതൊരു സ്റ്റോക്ക് റിവ്യൂ ആയിക്കോട്ടെ, അതൊന്നും ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ തീർച്ചയായിട്ടും അല്ല. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ലേണിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ TLH ചെയ്യുന്ന ഒരാളാണോ, ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണോ ആണെങ്കിൽ അതിനെന്താണ് ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഞാൻ തെറ്റാവാം, എൻ്റെ കൺസെപ്റ്റ് ചിലപ്പോൾ ശരിയാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് അത് ചെയ്ത് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. അതേപോലെ തന്നെ ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാ വീക്കിലും നമ്മളുടെ വീഡിയോസ് വെള്ളിയാഴ്ചകൾ വരാറുണ്ട്. അപ്പം എല്ലാ വീക്ക്ലി വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കാതിരിക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കുക. ഇതേപോലത്തെ ക്വാളിറ്റി കോണ്ടന്റുമായിട്ട് ഞാൻ എപ്പോഴും വരുന്നുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു വിത്ത് അനദർ വൺ. ബൈ ബൈ.